ഉരുൾപൊട്ടലുണ്ടായ കോട്ടയം തീക്കോഴി 30-ാം ഏക്കറിൽ മണ്ണ് ഇപ്പോഴും നീക്കം ചെയ്യുകയാണ്. പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നു. തീക്കോഴി 30-ാം ഏക്കറിൽ വിനീത വിജി ചേർന്നു. വിനീത, ഇന്നലെ പുലർച്ചെ മുതൽ ഈ ഉരുൾപൊട്ടലിന്റെ വാർത്ത കോട്ടയത്ത് നിന്ന് കേട്ടത് ഈ തീക്കോഴി മേഖലയിലാണ്. ഇന്നലെ തന്നെ നിരവധി വീടുകൾ വെള്ളത്തിൽ പോയ കാര്യമൊക്കെ, വെള്ളത്തിൽ നശിച്ച കാര്യമൊക്കെ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ അവിടെയുള്ള തൽസ്ഥിതി എന്താണ്? വേറെ ആളുകളൊന്നും കുടുങ്ങിക്കിടക്കുന്നൊന്നുമില്ലല്ലോ, അവിടെയുള്ള അത്തരത്തിൽ അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതുന്നു. എന്താണ് വിശദാംശം? സുഹേൽ, ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത്. ഈ മേഖലയിൽ 3 ഉരുൾപൊട്ടൽ ഉണ്ടായെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും മഴ ശക്തമായി തന്നെ ഇവിടെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയിലാണ്. ഈ ഉരുൾപൊട്ടി, ഈ മലയ്ക്ക് മുകളിൽ നിന്ന് ഉരുൾപൊട്ടി ആ നീര്, വെള്ളം ഇങ്ങനെ താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമീപ പ്രദേശത്തുണ്ടായിരുന്ന വീട് അത് പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ പാറക്കല്ലും ഒപ്പം തന്നെ ഇത്തരത്തിലേക്കുള്ള മണ്ണും ചെളിയും ഒക്കെ വീടിന് മുകളിലേക്ക് മറഞ്ഞിരിക്കുന്നു. അതിന് മുകളിൽ നിർമ്മിച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ, സൗരോർജ്ജ യൂണിറ്റ് പൂർണ്ണമായും ഈ മണ്ണിനടിയിലായിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഒപ്പം തന്നെ ഈ മേഖലയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ മേഖലയോട് ചേർന്നിട്ടുള്ളൊരു മതിൽക്കെട്ട് അത് പൂർണ്ണമായും ഇടിഞ്ഞ് നിലം പതിച്ചിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. ഇവിടെ നിന്ന് ഇപ്പോഴും വലിയ തോതിൽ വെള്ളം താഴേക്ക് പതിക്കുകയാണ്. അതിന്റെ മറുവശത്തും സമാനമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇങ്ങനെ ഈ വെള്ളം ഇപ്പോഴും ഈ മുകൾ ഭാഗത്ത് നിന്ന്, മലയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഈ വെള്ളം ഇങ്ങനെ കുത്തൊലിച്ച് ഇപ്പോഴും താഴേക്ക് പോവുകയാണ്. വലിയ പാറക്കെട്ടുകൾ ഒപ്പം തന്നെ മണ്ണും ചെളിയും ഒക്കെ ഇങ്ങനെ നേരെ ഈ വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ് അവർ. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ JCB ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ണ് നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ സമീപ പ്രദേശത്തുള്ള വീടുകളിൽ നിന്നൊക്കെയുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഈ മലയുടെ മുകൾ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മുകളിലുള്ള ആ മുകൾ ഭാഗത്ത് നിന്ന് ഉരുൾപൊട്ടി ആ വെള്ളം നേരെ താഴേക്ക് പതിക്കുകയാണ്. ഇപ്പോഴും അവിടെ നിന്നുള്ള ആ ഒഴുക്ക് നിലച്ചിട്ടില്ല. വെള്ളം ഇപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ മുകളിൽ നിന്ന് ഒഴുകിയെത്തിയ പാറക്കല്ലുകൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആ പാറക്കല്ലുകൾക്കൊപ്പം ആ മരങ്ങൾ ഇങ്ങനെ ഈ സമീപം ഉണ്ടായിരുന്ന വീടിന് മുകളിലേക്കാണ് ഇത് വന്ന് നേരെ നിലം പതിച്ചിരിക്കുന്നത്. ഈ മേഖലയിലേക്കുള്ള ഗതാഗതമൊക്കെ ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആശങ്കയിലാണ്. വീട്ടിലൊക്കെ ഇന്നലെ ആളുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരിപ്പോൾ സുരക്ഷിതമായി മാറിയിരിക്കുകയാണ്. ആ വീട്ടിലുണ്ടായിരുന്ന ചേച്ചി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഇന്നലെ എപ്പോഴായിരുന്നു ഇത് ഉണ്ടായിരുന്നത്? 2:15 എങ്ങനെയായിരുന്നു? എല്ലാവരും ഉറക്കമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ അടുത്ത് വന്നപ്പോഴാണ് വലിയൊരു ഒച്ച കേട്ടത്. അന്നേരം ഞങ്ങൾ കൊച്ച് തിങ്ങിപ്പോയായിരുന്നു, അലമാരി കൂട്ടിയെ. അവനെ വലിച്ച് അപ്പുറത്തെടുത്ത് ചെന്നപ്പോഴത്തേനും മൊത്തമായിരുന്നു. പിന്നെ അപ്പുറത്തുനിന്ന് ഹോളുണ്ടാക്കിയിട്ട് തുറന്ന് ഇറങ്ങുമായത്. അപ്പുറത്തൊരു ചേട്ടനുണ്ട്, അവരെ വിളിച്ചിട്ട് അവിടെ കണ്ടിച്ച് തുറന്നിറങ്ങുമായത്. 3 ഉരുൾപൊട്ടലുണ്ടായി. 3 ഉണ്ടായിരിപ്പിച്ചു. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അടുത്തത് വന്നു. എല്ലാം ഈ പുലർച്ചെ 2 മണിയോട് കൂടി 2-2:30 ആയപ്പോൾ. ഇവിടുന്ന് എങ്ങനെയാണ് പിന്നീട് നിങ്ങൾ രക്ഷപ്പെട്ട് മാറിയത്? എങ്ങനെയാണ്? വീടൊക്കെ പൂർണ്ണ ഒരു വീട്ടിൽ പോയി ഇരിക്കുക ചെയ്ത്. അതിന് നേരം വെളുത്ത് കഴിഞ്ഞാണ് പോയത്. വന്ന് നോക്കിയപ്പോഴാണ് വീടൊക്കെ വീടൊന്നും ഇല്ല, പോയി മൊത്തം. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയത് ഭാഗ്യം. ഇപ്പം ആശുപത്രിയിലാണോ? അത് കൊണ്ടുപോയി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാലിലൊക്കെ ഇച്ചിരി തൊലിയൊക്കെ പോയതുള്ളൂ. ഈ മേഖലയിൽ മൊത്തത്തിൽ 3 വീടുകൾ. ഇതൊരു വീട്. പിന്നെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം കയറി മൊത്തം. പിന്നെ മുകളിലൊരു വീടുണ്ട്. ആ ചേച്ചി ഒരു പകുതിയോളം ചെളിക്കകത്ത് പോയായിരുന്നു. മണ്ണിനടിയിലായിട്ട് പിന്നീട് രക്ഷപ്പെട്ടു. ആ ചേച്ചി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. വീട് പൂർണ്ണമായും പോയ വീട് പോയി. ക്യാമ്പിലാണോ ഉള്ളത്? അല്ല, ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലാണ്. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയാം. സുഹേൽ, താഴേക്ക് നോക്കുമ്പോൾ നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഭീതിപ്പെടുത്തുന്ന ദൃശ്യമാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. പുലർച്ചെ 2 മണിയോടുകൂടി ഇങ്ങനെ അവർ നനച്ചിരിക്കാത്ത സമയത്ത് വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു ദുരന്തം. അവർക്ക് ഇപ്പോഴും, ആ ചേച്ചി സംസാരിക്കുമ്പോൾ ഇപ്പോഴും
ചേച്ചിക്ക് അത് ഓർത്തെടുക്കാൻ കഴിയാത്ത ഒരു മാനസിക ബുദ്ധിമുട്ടടക്കമുണ്ട്. കുഞ്ഞ് അപകടത്തിലാവുകയും പിന്നീട് രക്ഷപ്പെടുത്തിയതും ഒക്കെ ആ ചേച്ചി പറയുന്നു. എനിക്ക് പിന്നിൽ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഒരു വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ഒപ്പം തന്നെ നമുക്ക് ഈ കാണാൻ കഴിയുന്നത് പോലെ ഒരു മതിൽക്കെട്ട് അതിനോട് ചേർന്നുണ്ടായിരുന്നു. അത് പൂർണ്ണമായും നിലം പതിച്ചിരിക്കുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ മേഖലയിൽ നിന്ന്, ഞാൻ നിൽക്കുന്ന ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ മുകൾ ഭാഗത്ത് നിന്ന്, ആ മലയുടെ മുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം താഴേക്ക് അതിശക്തമായി തന്നെ ഇങ്ങനെ നിലം പതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മഴ കൂടുതൽ കനക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നൊക്കെ മാറേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത്. കാരണം വളരെ പെട്ടെന്ന് തന്നെ ഈ വെള്ളം കുത്തൊഴുക്ക് ഈ മേഖലയിലേക്ക് വീണ്ടും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മേഖലകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളടക്കം നിർത്തിവെക്കേണ്ടി വരും. അല്പസമയം മുൻപ് വീണ്ടും ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ തീക്കോയി, ഈ 30-ാം ഏക്കറിലെ ആളുകൾ ഇപ്പോഴും കഴിയുന്നത്. ഇപ്പോഴും ആ മുകളിൽ നിന്നുള്ള വെള്ളത്തിന് അതിന് യാതൊരു ശമനവുമില്ല. അതിശക്തമായി തന്നെ ആ വെള്ളം ഇങ്ങനെ ഒഴുകി, ഞാൻ നിൽക്കുന്ന ഈ മേഖലയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ മേഖലയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കുത്ത ഒഴുക്ക് താഴേക്ക് ഒഴുകുകയാണ്. വലിയ പാറക്കഷ്ണങ്ങളുണ്ട്. ആ വീടിന്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇങ്ങനെ നിലം പതിച്ചിരിക്കുകയാണ്. അതിന്റെ നേരെ മറുവശത്ത് മറ്റൊരു ഉരുൾപൊട്ടിയ അവിടെ നിന്നും വരുന്ന വെള്ളം കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഇവിടെയുള്ള ആളുകളെ ഇപ്പോൾ ക്യാമ്പുകളിലേക്കും അവരുടെ ബന്ധു വീടുകളിലേക്കും ഒക്കെ തന്നെ മാറ്റിയിരിക്കുകയാണ്. മറുവശത്ത് ആ വീട് പൂർണ്ണമായും തകർന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. സോളാർ പാനൽ വീടിന്റെ മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ആ മണ്ണ് JCB ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സുഹൈൽ, പിന്നെ എന്തായാലും പുലർച്ചെ 2:30 കൂടിയാണ് അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീക്കോഴി ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലൊരു ലോല പ്രദേശമാണ്, മണ്ണിടിച്ചിൽ ഉണ്ടാവാറുണ്ട്. നിലവിൽ ഇപ്പോൾ വിനീത നിൽക്കുന്നയിടത്ത് ഏതാണ്ട് എത്ര കുടുംബങ്ങൾ താമസിച്ചിരുന്നു? നിലവിൽ ഇപ്പോൾ അവിടെ ഈ പ്രദേശത്ത് ആരെങ്കിലും ഇപ്പോൾ താമസിക്കുന്നുണ്ടോ? എല്ലാവരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടോ? നിലവിൽ അവിടെ നടക്കുന്ന ദൗത്യം, ആ ദൗത്യത്തെ എങ്ങനെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിശദീകരിക്കാനാവുക? മണ്ണ് നീക്കിയുള്ള, അല്ലെങ്കിൽ ഇനി വീണ്ടും അവിടെ എന്തെങ്കിലും ഒരു പാർപ്പിടമൊക്കെ പണിയാനുള്ള സാഹചര്യം അവിടെ ഉണ്ടോ? അവർക്ക് ഇനിയും അവിടെ തുടർന്ന് കഴിയാനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഒരുക്കിയിട്ടുണ്ടോ? സുഹൈൽ, അക്കാര്യങ്ങളിൽ വലിയ ആശങ്ക തന്നെയാണ്. ഇപ്പോൾ മുകളിൽ നിന്ന് ഒരു ചേട്ടൻ താഴേക്ക് വരുന്നതാണ് കാണാൻ കഴിയുന്നത്. ചേട്ടാ, അവിടെ വീട്ടിലേക്കൊക്കെ വെള്ളം കയറിയോ? വീട്ടിലെ നേരെ മോളി ഉരുൾപൊട്ടി, മുകളിലത്തെ വീടെല്ലാം പോയി. നമ്മുടെ വീട്ടിലേക്ക് ഉരുൾ ഭീഷണിയുള്ളത് കാരണം നമ്മൾ താഴെ ക്യാമ്പിലേക്ക് മാറി. പിന്നെ ഇവിടെ വഴിയെല്ലാം ബ്ലോക്കായി. വഴി മുകളിൽ നിന്നെല്ലാം വീട് എല്ലാം ഒരു വീട് മുകളിൽ നിന്ന് പോയി. പിന്നെ ഇത്ര മണ്ണും രാത്രിക്കായിരുന്നു ഉരുൾപൊട്ടിയത്. 2 മണി വീട്ടിൽ പോയി നോക്കിയിട്ട് വരുന്നതാണോ? വീട്ടിൽ പോയി ഇപ്പോൾ രാവിലെ പോയത്. എല്ലാം ഓക്കെയാ, കുഴപ്പമില്ല. തിരിച്ചു വന്നാൽ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ? അതോ തിരിച്ച് താമസിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയൊരു ഇതുണ്ട്, മഴയുടെ ഇതുള്ളതുകൊണ്ട് പേടിയുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോ ക്യാമ്പിലേക്ക് പോവാ? ഇനിയിപ്പം ക്യാമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞ് പോകണം. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ അച്ഛനില്ല, അമ്മയെ മാത്രമേ ഉള്ളൂ. അമ്മയും അനിയനും ഉണ്ട്. രാത്രി അനിയനും വൈഫിന്റെ വീട്ടില, ഞാനും അമ്മയേ ഉള്ളൂ. നെഞ്ചിരിപ്പോടെ കഴിഞ്ഞ രാത്രിയാണ്. അത് രാത്രി ഉറങ്ങിയിട്ടില്ല ഇന്നലെ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം രാത്രി എന്ന് പറഞ്ഞാൽ. ഇവിടെയുള്ള ഈ മേഖലയിൽ മൊത്തം 2 വീട്ടുകാർ നമ്മുടെ വീട്ടിലേക്കാണ് വന്നത് കിടന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൊടുത്ത് പിന്നെ ഇങ്ങോട്ട് വന്ന് രാവിലെ പിന്നെ വന്നു. പിന്നെ വെള്ളം മുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി? മുകളിൽ നിന്ന് വന്നേ, മുകളിൽ നിന്നൊരു 10-300 അടിയോളം മുകളിൽ നിന്ന് വന്നേ. സുഹൈൽ, അദ്ദേഹം പറഞ്ഞതുപോലെ വലിയൊരു ആശങ്ക ഈ മേഖലകളിലുള്ള ആളുകൾക്ക് ഇപ്പോഴുമുണ്ട്. കാരണം മഴ ഇടവിട്ട് ഇവിടെ കൂടുതൽ ശക്തമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്യാമറാമാൻ സജിൽ ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖല, അതായത് ഈ മേഖല ഉരുൾപൊട്ടൽ ഉണ്ടായി അവിടെ നിന്ന് വെള്ളം താഴേക്ക് വരുന്ന മേഖലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.